വെൽക്കം. താഹിമാനാണ്. പാർക്കിൻസൺസ് രോഗത്തിന്റെ പാത്തോഫിസിയോളജി ഓഫ് പാർക്കിൻസൺസ് ഡിസീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് പാർക്കിൻസൺസ് ഡിസീസ് വരാം, അങ്ങനെ വന്നാൽ അതിന്റെ പത്തോളജിക്കൽ പ്രോഗ്രസ്, മുന്നോട്ടുള്ള ആ രോഗത്തിന്റെ മുന്നോട്ടുള്ള പത്തോളജി അത് എങ്ങനെയാണ്, സോ അതിനെക്കുറിച്ചിട്ടുള്ള ഇന്നത്തെ നമ്മുടെ ഈ കാലഘട്ടത്തിലെ അറിവ് എവിടം വരെയൊക്കെ എത്തി നിൽക്കുന്നു. സോ ഇതിനെക്കുറിച്ചിട്ടുള്ള ഏകദേശ ചിത്രമാണ് നമ്മൾ പാത്തോഫിസിയോളജി ഓഫ് പാർക്കിൻസൺസ് ഡിസീസിൽ പറയാം. രണ്ട് കാരണങ്ങളാലാണ് പ്രധാനമായിട്ടും ഈ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവുക. ഒന്ന് ജനറ്റിക് ആണ്. ജനറ്റിക് എന്ന് പറയുമ്പോൾ ജനിതകപരമായ കാരണങ്ങളാൽ, ഹെറിഡിറ്ററി, കുടുംബപരമായിട്ടുണ്ടാവുന്ന സാധ്യതകൾ, ട്രാൻസിന്റ് ഫാമിലീസ് എന്ന് പറയാം. സോ ഇത് സാധാരണ ഉണ്ടാകുന്നതിനേക്കാൾ കുറച്ചുകൂടി നേരത്തെ ഉണ്ടാകും. സാധാരണ ഉണ്ടാകുന്ന 60 to 65 വയസ്സാണെങ്കിൽ ഇതൊരു 45 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ തന്നെ ഉണ്ടാകാം. ആൻഡ് ഇങ്ങനെ ജനറ്റിക് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നത് മൊത്തം പാർക്കിൻസൺസ് 100 ആണെങ്കിൽ അത് വെറും 15% മാത്രമാണ്. അപ്പോൾ രണ്ടാമത്തെ കാരണമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത്. അതിനെ നമ്മൾ സ്പൊറാഡിക് എന്നാണ് വിളിക്കുക. സ്പൊറാഡിക്കിൽ ഇത്തരം ജനിതകപരമായ ഒരു കുടുംബ പശ്ചാത്തലം ഇല്ലാത്തവർ, സാധാരണ 65 വയസ്സ് പ്ലസ് പ്രായമുള്ളവരിൽ ഉണ്ടാകുന്നതിനാണ് നമ്മൾ സ്പൊറാഡിക് എന്ന് പറയുന്നത്. സോ രണ്ട് രീതിയിൽപ്പെട്ടവയായാലും ഇത് മൂലമുണ്ടാകുന്ന ഡിസീസ് പത്തോളജി, ആ പത്തോളജി പ്രോഗ്രഷൻ ഏകദേശം സമാനമാണ് എന്നുള്ളതാണ് ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പാർക്കിൻസൺസ് രോഗം ഒരു ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസ് ആണ് എന്ന് പറഞ്ഞു, ഒരു മോട്ടോർ ഡിസീസ് ആണ് എന്നും അതിന്റെ ലക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ ന്യൂറോ ഡീജനറേഷൻ എന്ന് പറയുമ്പോൾ ന്യൂറോൺസ് പതിയെ എവിടെയെങ്കിലൊക്കെയുള്ള ന്യൂറോൺസ്, ബ്രെയിനിലെ ന്യൂറോൺസ് പതിയെ നശിക്കണം. സോ ഇത് മൂലം ചലനപരമായിട്ടുള്ള മോട്ടോർ പ്രോബ്ലം, മസിൽ സംബന്ധമായിട്ടുള്ള ചില വിഷമതകളും ഉണ്ടാകും. സോ നമ്മൾ നേരത്തെ ഫോക്കസ് ചെയ്തത് രോഗത്തിന്റെ ഈ മോട്ടോർ സിംറ്റംസ് എന്തൊക്കെയാണ്. അപ്പൊ നമ്മുടെ ട്രീറ്റ്മെന്റും എല്ലാം അതിനെ പറ്റിയായിരുന്നു. ട്രീറ്റ്മെന്റ് പറഞ്ഞ എല്ലാം ഈ ചലന സംബന്ധമായിട്ടുള്ള, മോട്ടോർ സംബന്ധമായിട്ടുള്ള ഇത് എങ്ങനെ കുറയ്ക്കാം, ലഘൂകരിക്കാം. സോ ഇതായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട ഫോക്കസ്, എല്ലാ മരുന്നുകളുടെയും ഫോക്കസ്. പക്ഷേ ഈ പാർക്കിൻസൺസ് ഡിസീസ് ഇത് മാത്രമല്ല, ഈ മോട്ടോർ സിംറ്റംസ് മാത്രമല്ല എന്നുള്ളതാണ് പുതിയ കാഴ്ചപ്പാട്. ഈ മോട്ടോർ സിംറ്റംസ് ഒക്കെ വരുന്നതിന് മുമ്പ് മറ്റു പല പ്രശ്നങ്ങളും ഈ രോഗിക്ക് ഉണ്ടായിരുന്നില്ല. ഇത് പലരിലും പല ടൈപ്പ് ആയിരിക്കും. സോ ഡൈവേഴ്സ് ആയിരുന്നു പ്രശ്നങ്ങൾ ഇതിനു മുമ്പുള്ളത് ഡൈവേഴ്സ് ആയിരുന്നു. പുതിയ പഠനങ്ങളും അറിവുകളും ഈ മോട്ടോർ സിംറ്റംസ് വരുന്നതിന് മുൻപുള്ള കാര്യങ്ങൾ, മുമ്പുള്ള പ്രശ്നങ്ങൾ, ദെൻ മോട്ടോർ സിംറ്റംസ് വന്നതിന് ശേഷം ഇത് മുന്നോട്ട് പോകുന്ന പ്രശ്നങ്ങൾ. സോ ഇതിനെല്ലാം അഡ്രസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോ ഈ പാത്തോഫിസിയോളജി ആൻഡ് മരുന്നുകളുടെയും കണ്ടുപിടുത്തങ്ങളും മുന്നോട്ട് പോകും. ഈ പാർക്കിൻസോണിസം, ഞാൻ പാർക്കിൻസോണിസത്തെ കുറിച്ചാണ്, പാർക്കിൻസൺസ് ഡിസീസ് അല്ല. പാർക്കിൻസോണിസം ഒരു സിൻഡ്രോം ആണെന്ന് നമ്മൾ പറഞ്ഞു. അതുണ്ടാവാനുള്ള പ്രധാനപ്പെട്ട റീസൺ ആണ് പാർക്കിൻസൺസ് ഡിസീസ്. സോ പാർക്കിൻസൺസ് രോഗം ഉണ്ടാവാൻ ഉള്ള കാരണങ്ങൾ ആണ് പറയുന്നതെങ്കിലും പലപ്പോഴും നമുക്ക് പാർക്കിൻസോണിസം ഉണ്ടാവാനുള്ള പല കാരണങ്ങളും ഒന്ന് പറഞ്ഞു പോകേണ്ടി വരും. സോ ഈ രീതിയിൽ പറഞ്ഞാലേ നമുക്ക് കാര്യങ്ങൾ സുഗമമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ പാർക്കിൻസൺസ് രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ളവരിൽ, ജനിതകപരമായ പ്രശ്നങ്ങൾ ഉള്ളവരിൽ എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് കൂടി ചേരുമ്പോഴായിരിക്കും ഈ രോഗം എക്സ്പ്രസ് ചെയ്ത് തുടങ്ങുക അല്ലെങ്കിൽ കാണുക. സോ എക്സ്പോഷർ ടു എൻവയോൺമെന്റൽ കെമിക്കൽസ് ആണ്, കെമിക്കൽ എക്സ്പോഷർ ആണ് ഒരു പ്രധാനപ്പെട്ട റീസൺ. ഇപ്പൊ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പെസ്റ്റിസൈഡ്സ് ഉണ്ട്, ഇൻസെക്ടിസൈഡ്, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നത്. ഉദാഹരണങ്ങൾ പറഞ്ഞാൽ പാരാക്വറ്റ് എന്ന് പറയുന്ന സംഭവം, റോട്ടിനോൺ എന്നൊക്കെ പറയുന്ന സംഭവങ്ങൾ പാർക്കിൻസോണിസം ഉണ്ടാക്കാനുള്ള കീടകളനാശിനികളാണ്, ഉണ്ടാക്കാനുള്ള ഒരു കാരണമായിട്ട് പറയുന്നത്. ദെൻ ചില ഇൻഫെക്ഷൻസ്, രണ്ടാമത്തെ കാര്യം ഇൻഫെക്ഷൻസ് ആണ്, ബ്രെയിനിനെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ എൻസെഫലൈറ്റിസ് എന്ന് പറയാം, ബ്രോഡ് ടേം ആണ്. ബ്രെയിനിൽ ഉണ്ടാകാവുന്ന ഇഷ്കീമിയ മറ്റൊരു പ്രശ്നമാണ്, ബ്രെയിനിന് ഓക്സിജൻ കുറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ. ദെൻ ഇഷ്കീമിയ ഉണ്ടാകുമ്പോൾ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാകും. സോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, ഓക്സിഡേറ്റീവ് സ്ട്രെസ് ബിക്കോസ് ഓഫ് ദിസ് ഇഷ്കീമിയ ആൻഡ് അതർ പ്രോബ്ലംസ്. ദെൻ ആർട്ടീരിയോസ്ക്ലീറോസിസ് എന്ന് വെച്ചാൽ ബ്രെയിനിലേക്ക് പോകുന്ന ധമനികൾ ചുരുങ്ങുക, അപ്പോഴും ഓക്സിജൻ കുറവ് ഒക്കെ ഉണ്ടാക്കാം. ദെൻ സം സയനൈഡ്സിന്റെ എക്സ്പോഷർ, മാംഗനീസ് അധികമായിട്ട് എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാംഗനീസ് എക്സ്പോഷർ. സോ ഇങ്ങനെയുള്ള പല കാരണങ്ങളും പറയുന്നുണ്ട് പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാകാനായിട്ട്. ദെൻ പുകവലി ഉള്ളവരിൽ, സ്മോക്കിംഗ് ഉള്ളവരിൽ പാർക്കിൻസൺസ് ഡിസീസ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. പക്ഷെ ചായ കുടിക്കുന്നവരിലോ, കഫീൻ സ്ഥിരമായിട്ട് കഴിക്കുന്നവരിൽ ഈ സാധ്യത കുറവാണ് എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ടാണ് അഡിനോസിൻ 2 അഗോണിസ്റ്റുകൾ, നമ്മൾ ഇസ്ട്രാഡിഫെല്ലിൻ പോലെയുള്ള മരുന്നുകൾ പാർക്കിൻസൺസിനെതിരായിട്ട് ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ഇനി മറ്റൊരു പ്രശ്നം മരുന്നുകൾ മൂലമുള്ള പാർക്കിൻസോണിസം ആണ്. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് പാർക്കിൻസോണിസം എന്നാണ് നമ്മൾ പറയാം, പാർക്കിൻസൺസ് ഡിസീസ് എന്നല്ല. ആന്റിസൈക്കോട്ടിക്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന്. ആന്റിസൈക്കോട്ടിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ദീസ് ഓൾ ആർ D2, ഡോപ്പമിൻ D2 അന്റഗോണിസ്റ്റുകളാണ്. ടിപ്പിക്കൽ ഉണ്ട് ആൻഡ് എട്ടിപ്പിക്കൽ, ടിപ്പിക്കലിൽ ഏറ്റവും പ്രധാനം ക്ലോർപ്രൊമൈസിൻ ലൈക്ക് ഡ്രഗ്, അതാണ്. രണ്ടാമത്തത് ഹാലോപെരിഡോൾ ലൈക്ക് ബ്യൂട്ടാറോഫിനോൺ. സോ ഹാലോപെരിഡോൾ, ക്ലോർപ്രൊമാസിൻ പോലെയുള്ള, ഫിനോതൈസിൻ പോലെയുള്ള മരുന്നുകൾ. ദെൻ അതർ എട്ടിപ്പിക്കൽ
ഇപ്പോൾ ക്ലോസപ്പിൻ പോലെയുള്ള ആ ഗ്രൂപ്പിൽ വരുന്ന മരുന്നുകൾ. ഇത് സെൻട്രൽ ആണ്, സെൻട്രൽ D2 ബ്ലോക്കേഴ്സ് ആണ്. സെൻട്രൽ അല്ലാത്ത കുറച്ചെങ്കിലും സെൻട്രൽ കയറാൻ ചാൻസ് ഉള്ളതാണ് ഇപ്പോൾ മെറ്റോക്ലോപ്രമൈഡ്, നമ്മൾ ഷർദിലിനൊക്കെ എതിരായിട്ട് ഉപയോഗിക്കുന്നത്. ഡോംപെർഡോൺ, ഇതും D2 ബ്ലോക്കേഴ്സ് ആണ്. സോ ദിസ് ക്യാൻ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു സം പാർക്കിൻസോണിസം ഉണ്ടാക്കാം. ദെൻ 1983 ഈ ലഹരിക്കടിമപ്പെട്ടവരിൽ ഉണ്ടായ ഒരു പാർക്കിൻസോണിസം നമ്മൾ കണ്ടു. സോ അതിന് സ്റ്റഡി ചെയ്തപ്പോഴാണ് അവര് എടുക്കുന്ന മരുന്നുകളിൽ MPTP എന്ന് പറയുന്ന ഒരു സംഭവം, ഒരു പൊല്യൂട്ടന്റ് അല്ലെങ്കിൽ അഡൾട്രന്റ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. സോ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോ ഇത് ശരീരത്തിൽ വെച്ചിട്ട് 1-methyl 4-phenyl പിരിഡിനിയം എന്ന് പറയുന്ന ഒരു സംഭവമായിട്ട് മാറുന്നു. പിരിഡിനിയം. ആൻഡ് ഇതാണ് ബ്രെയിനിലെ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്ട്. അതിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ഇനി പറയും. സോ ഈ ഭാഗം നശിപ്പിക്കുന്നത്, അങ്ങനെയാണ് പാർക്കിൻസോണിസം ലക്ഷണങ്ങൾ ഉണ്ടാവുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി. സോ പാർക്കിൻസോണിസം ഉണ്ടാവാനുള്ള കാരണം മിഡ് ബ്രെയിനിൽ SNPCയിൽ ഉണ്ടാവുന്ന ഡാമേജ് ആണ് എന്ന അടിസ്ഥാനത്തിലാണ് മരുന്നുകളെല്ലാം നമ്മൾ ഉണ്ടാക്കിയതും കൊടുക്കുന്നതുമെല്ലാം. സോ ഈ ഭാഗം ഈ SNPC നശിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നാണ് നമ്മൾക്ക് ഇനി കാണേണ്ടത്. ഈ മിഡ് ബ്രെയിന്റെ ഭാഗത്ത് നിന്ന്, അപ്പൊ മിഡ് ബ്രെയിൻ എന്താണെന്ന് അറിയാത്തവർ ഉണ്ടെങ്കിൽ ഇത് നമ്മുടെ മെഡുല്ലയാണ്, പോൺസ് ആണ്, സ്പൈനൽ കോഡാണ്. ഇവിടെ ഇതാണ് മിഡ് ബ്രെയിൻ നമ്മൾ പറയാം. സോ ഹൈൻഡ് ബ്രെയിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ഇത്. സുപ്പീരിയർ കോലിക്യുലസ്, ഇത് ഇൻഫീരിയർ കോലിക്യുലസ്. സോ ഇവിടെ സംവർ ഹിയർ, നമ്മൾ കുറച്ചും കൂടി ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത് മിഡ് ബ്രെയിൻ ആയിട്ട് കൂട്ടിക്കഴിഞ്ഞാൽ, സോ സംവർ ഹിയർ ഇവിടെ ആയിട്ടുള്ള ഒരു ഭാഗമാണ് സബ്സ്റ്റാൻഷ്യ നൈഗ്ര, SNPC എന്ന് പറയും. SNPC, സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്ട്. നൈഗ്ര എന്ന് പറഞ്ഞാൽ കറുപ്പ് എന്നാണ് അർത്ഥം. സോ ഈ ഭാഗം കറുത്താണ് ഇരിക്കുന്നത്. കറുത്തിരിക്കാൻ കാരണം ജനിക്കുമ്പോൾ നമ്മൾ വെളുത്താണ് അവിടെ ഇരിക്കുക. ദെൻ അവിടെ ഡോപ്പമിൻ ഒക്കെ മാറി മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ് വന്ന് അടിയുമ്പോഴാണ് അവിടെ കറുത്ത് വരിക. ആൻഡ് ഇവിടെ നിന്ന് ബേസൽ ഗാംഗ്ലിയയുടെ ഭാഗത്തേക്ക്, സോ ബേസൽ ഗാംഗ്ലിയ ഇറ്റ്സ് അഗ്രിഗേറ്റ്സ് ഓഫ് ന്യൂറോൺസ് ആണ്, പല ന്യൂറോൺസ് ഉണ്ട്. അതിൽ ഒരു ഭാഗമാണ് സ്ട്രയാറ്റം എന്ന് പറയുന്നത്. ഇത് സ്ട്രയാറ്റം ആണെന്ന് വിചാരിക്കുക. ഇതിൽ അതിന്റെ പുട്ടാമൻ ആണ്. പിന്നെയും കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. ഗ്ലോബസ് പാലിഡസ് ഇന്റേണ, എക്സ്റ്റേണ, അങ്ങനെയൊക്കെയുള്ള ഭാഗം. ദെൻ ഇവിടെ തലാമസ് ഉണ്ടെന്നും കൂടി ജസ്റ്റ് മനസ്സിലാക്കുക. സോ ഇവിടെ തലാമസ്. സോ സംവർ ഹിയർ ഇവിടെയാണ്. സോ ഇങ്ങോട്ടേക്ക് ഒരു പാത്വേ ഉണ്ട്. ഈ പാത്വേ നമ്മൾ ഇത് നൈഗ്രോ, സബ്സ്റ്റാൻഷ്യ നൈഗ്ര ആണ്. സോ നൈഗ്രോ, ഇത് സ്ട്രയേറ്റം ആണെന്ന് പറഞ്ഞു. സ്ട്രയേറ്റം ആണ്. സോ നൈഗ്രോ സ്ട്രയേറ്റൽ പാത്വേ എന്നാണ് നമ്മൾ അതിന്. സോ ഇതൊരു ഡോപ്പമിനർജിക് പാത്വേ ആണ്. നൈഗ്രോ സ്ട്രയേറ്റൽ പാത്വേ, ന്യൂറോണൽ പാത്വേ ആണ്. സോ SNPC നശിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ ഭാഗത്തെ ന്യൂറോണുകൾ നശിച്ചു പോവുകയാണ്. ഈ ഭാഗത്ത് ന്യൂറോണുകൾ നേരത്തെ ഉണ്ടായത് ഇപ്പോൾ വർക്കിംഗ് അല്ല. ഈ ന്യൂറോൺസ് ബേസൽ ഗാംഗ്ലിയയിലേക്ക് ഇവിടേക്ക് റിലീസ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററുടെ പേരാണ് ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ അപ്പോൾ എന്ത് പറ്റും? ഇവിടെ നശിക്കുമ്പോൾ ഇവിടെ നിന്ന് ഡോപ്പമിൻ റിലീസ് കുറയും, ഇല്ലാതാവുകയോ കുറയുകയോ ചെയ്യും എന്നാണ് സംഭവിക്കുക പ്രധാനം. സോ പാർക്കിൻസൺസ് രോഗത്തിലെ ഈ പ്രധാനപ്പെട്ട മോട്ടോർ ഫങ്ഷൻസ്, ഈ ചലന പ്രശ്നങ്ങളെല്ലാം ഈ ഡോപ്പമിൻ റിലീസ് ഇല്ല എന്നതുകൊണ്ടാണ്. സോ അപ്പൊ നമുക്ക് ബേസൽ ഗാംഗ്ലിയയും, സോ ഇതാണ് ബേസൽ ഗാംഗ്ലിയയും ഈ ചലനവും ശരീരത്തിന്റെ ചലനവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പറഞ്ഞിട്ട് ഒരു ഓവർവ്യൂ നോക്കിയിട്ട് നമുക്ക് വരാം. ക്രിക്കറ്റിൽ നമ്മൾ കുറച്ച് ക്രിക്കറ്റിനെ കുറിച്ച് പറയാം. ക്രിക്കറ്റിൽ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന വിരാട് കോഹ്ലിയാണെന്ന് വിചാരിക്കുക. വിരാട് കോഹ്ലിക്കെതിരെ 150 കിലോമീറ്റർ വേഗത്തിൽ അഫ്രീദി പന്തെറിയാണ് എന്ന് കൂടി നമ്മൾ കരുതുക. സോ കോഹ്ലിക്ക് ഒരു തീരുമാനം എടുക്കണം അല്ലെ. വരുന്ന ബോൾ അല്ലെങ്കിൽ തടുക്കാം, അല്ലെങ്കിൽ വിട്ടുകളയാം, അല്ലെങ്കിൽ അടിച്ച് ദൂരേക്ക് 6 അടിക്കാം, 4 അടിക്കാം, അല്ലെങ്കിൽ 2 റൺസിന് അടിക്കാം, എങ്ങനെ വേണമെങ്കിലും അടിക്കാം. സോ ഈ തീരുമാനം എടുത്താൽ പിന്നെ ശരീരത്തിന്റെ മസിൽസ് അതനുസരിച്ച് പെരുമാറണം അല്ലെ. അപ്പൊ പലതരം ചലനങ്ങൾ കോഹ്ലിയുടെ ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ബ്രെയിന്റെ ഭാഗമാണ്. സോ ബ്രെയിനിൽ പലതരം, ബ്രെയിനിലെ മോട്ടോർ ഏരിയ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ഏരിയ പലതരം ചലനങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. സോ ഇത് ഈ രീതിയിൽ ഒന്ന് കോർഡിനേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ബ്രെയിൻ, സോ ഇവിടെ നിന്ന് ബ്രെയിന്റെ മോട്ടോർ ഏരിയ എന്ന് വിചാരിക്കുക. മോട്ടോർ ഏരിയയ്ക്ക് മുമ്പുള്ള ഭാഗം, അവിടെയാണ് ചലനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. സോ അവിടെ നിന്ന് ഈ മൂവ്മെന്റ് ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് ബ്രെയിൻ മെസ്സേജ് അയക്കുന്നുണ്ട്. ഈ മെസ്സേജ് വരുന്നത് ബേസൽ ഗാംഗ്ലിയയിലേക്കാണ്. സോ ദിസ് മെസ്സേജ് ഈസ് ഗോയിങ് ടു ബേസൽ ഗാംഗ്ലിയ ആണ്. അപ്പൊ 2 തരം മൂവ്മെന്റ്സ് കാണും അല്ലെ. ഒന്ന് ആവശ്യമുള്ള മൂവ്മെന്റുകൾ, ഒന്ന് വേണ്ടാത്ത മൂവ്മെന്റുകൾ. സോ ആവശ്യമുള്ള മൂവ്മെന്റുകളെ പ്രൊമോട്ട് ചെയ്യുകയും വേണം, ആവശ്യമില്ലാത്ത ചലനങ്ങളെ ഇൻഹിബിറ്റ് ചെയ്യുകയും വേണം. സോ കൃത്യം മസിൽ പ്ലാൻ, അപ്പൊ അതിനെ കോർഡിനേറ്റ് ചെയ്ത് ബ്രെയിനിലേക്ക് തിരിച്ചും വിടണം. ഈ വരുന്നതിനെ തിരിച്ച് ബ്രെയിനിലേക്ക് വിട്ടിട്ട് അവിടെ നിന്ന് മോട്ടോറായിട്ടാണ് മസിലിലേക്ക് പോവുക. സോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മസിൽ പ്ലാൻ കൃത്യം ഫൈനൽ തീരുമാനമെടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോളുള്ള ഏരിയയാണ് ഈ ബേസൽ ഗാംഗ്ലിയ. തലാമസും അതിന്റെ ഒരു ഭാഗമാണ് ബേസൽ ഗാംഗ്ലിയ എന്ന് പറയുന്ന ഭാഗം. സോ ഇതിന്റെ ഭാഗങ്ങളാണ് സ്ട്രയാറ്റ എന്ന് പറയുന്ന ഈ കോഡേറ്റും പുട്ടമൻ. സോ ദിസ് ഈസ് കോഡേറ്റ് ആൻഡ് ദിസ് ഈസ് പുട്ടമൻ. ദെൻ പിന്നെ നമ്മൾ പറഞ്ഞു പാലിഡസ്, എക്സ്റ്റേണ, ഇന്റേണ. പിന്നെയും കുറച്ച് ഭാഗങ്ങളുണ്ട്. സബ് തലാമസ് ഉണ്ട്, തലാമസ് ഒക്കെ ഉണ്ട്. സോ സബ് തലാമസ് പറയുമ്പോൾ ഏകദേശം ഇവിടേക്ക് ആയിരിക്കും. സോ ഇങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളുണ്ട്. സോ മസിൽ മൂവ്മെന്റ്സ് ഇത് നടക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്ന പാത്വേ ഉണ്ട്. സോ മസിൽ മൂവ്മെന്റ്സ്, ഈ മസിൽ മൂവ്മെന്റ് ഇങ്ങോട്ട് നടക്കട്ടെ. സപ്പോസ് ഇവിടെ ആണെങ്കിൽ ഇങ്ങോട്ടേക്ക് പറഞ്ഞിട്ട് ഓക്കെ മസിൽ മൂവ്മെന്റ്, ഇത് തലാമസ് ആണ്, ഇത് ഞാൻ മാറ്റി വരച്ചു മാത്രമേ ഉള്ളൂ.
ഓക്കെ എന്ന് പറഞ്ഞു വിടുന്നതാണ് നമ്മൾ ഡയറക്റ്റ് പാത്വേ എന്ന് പറയും. ഡയറക്റ്റ് പാത്വേ മസിൽ മൂവ്മെന്റ് ഓക്കെ എന്ന് പറയും. അല്ലാത്ത മസിൽ മൂവ്മെന്റ് വേണ്ട, ഈ മസിൽ മൂവ്മെന്റുകൾ വേണ്ട എന്ന് പറയുന്നതാണ് ഇവിടെ നിന്ന് പോകുന്ന അടുത്ത പാത്വേ. അതിനെ നമുക്ക് ഇൻഡയറക്റ്റ് പാത്വേ എന്ന് പറയും. സോ ഇത് രണ്ടും റാറ്റിഫൈ ചെയ്യണമെങ്കിൽ, ഫൈനൽ ഔട്ട്കം വരുത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും ഒക്കെ വിടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ വേണം. സോ പ്രധാനമായിട്ടും ഇവിടെ വന്ന് ചേരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മൾ പറഞ്ഞു ഡോപ്പമിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് അയക്കുന്നുണ്ടോ? ഇല്ല. സോ മസിൽസിന് റാറ്റിഫിക്കേഷൻ കിട്ടുന്നില്ല. എന്ത് ചെയ്യണം? സോ മസിൽസ് ചലനം ശേഷി കൃത്യമായിട്ട് നടക്കുന്നില്ല, മസിൽസ് മൂവ്മെന്റ്സിന് ബുദ്ധിമുട്ടുണ്ടാകും. സോ ഇവിടെ ഡോപ്പമിൻ കുറയുമ്പോൾ വേറൊരാൾ കൂടി ഇവിടെ വരുന്നുണ്ട്. അയാളുടെ പേര് അസറ്റൈൽ കോളീൻ എന്നാണ്. അസറ്റൈൽ കോളീൻ അവിടെ വർക്ക് ചെയ്യും, കൂടുതലായിട്ട് വർക്ക് ചെയ്യും അല്ലെ. ഡോപ്പമിൻ ഇല്ല ഇപ്പോ. അപ്പോഴാണ് ഉണ്ടാകുന്ന മസിൽ വിറയലുകൾ ഉണ്ടാകുന്നത്. വിറയലുകൾ, ഓർ നമ്മൾ അതിനെ റെസ്റ്റിംഗ് ട്രമർ എന്നാണ് പറയാം. സോ റെസ്റ്റിംഗ് ട്രമർ അസറ്റൈൽ കോളീൻ മൂലം അത് കൂടുകയും ചെയ്യും. മസിൽ മൂവ്മെന്റ് ഒട്ട് കൃത്യമായിട്ട് നടക്കുകയുമില്ല. സോ ഇതാണ് പാർക്കിൻസൺസ് ഡിസീസിന്റെ കാതലായിട്ടുള്ള മോട്ടോർ പ്രശ്നം. ശരീരത്തിന്റെ ചലനങ്ങൾ ശരിയായി ക്രമപ്പെടുത്തി ചെയ്യാൻ പറ്റാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നതിന്റെ കാരണം ബിക്കോസ് ഓഫ് ദി സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്റ്റയിൽ നിന്റെ നശീകരണമാണ്. സോ ഞാൻ ഇത്രയും പറഞ്ഞു വന്നത് ഈ ഭാഗം നശിക്കുന്നതിന്റെ പ്രത്യാഘാതമാണ് ഇവിടെ ഉണ്ടാകുന്ന ഡോപ്പമിൻ റിലീസ് കുറവ് എന്നാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഫൈനൽ ഞാൻ ഒന്നുകൂടി പറയുകയാണെങ്കിൽ ദ ഡോപ്പമിനർജിക് ന്യൂറോൺസ് ഫ്രം ദ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്റ്റ ഈസ് ഡാമേജ്ഡ് ആൻഡ് നോ റിലീസ് ഓഫ് ഡോപ്പമിൻ ടു ദ ബേസൽ ഗാംഗ്ലിയ റീജിയൻസ് ആൻഡ് ദിസ് റിസൾട്ട്സ് ഇൻ മോട്ടോർ ഡിസ്ഫങ്ഷൻ. ഇത്രയും കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സോ പാത്തോഫിസിയോളജി നമ്മൾക്ക് പറയേണ്ടത് ഈ നശീകരണം എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളതിനെ പറ്റിയാണ് അല്ലെ. നമുക്ക് ഇവിടെ നടക്കുന്ന കാര്യമല്ല പറയേണ്ടത്, ഇവിടെ നശീകരണം എന്തുകൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ് പാത്തോഫിസിയോളജിയിൽ നമുക്ക് പറയേണ്ടത്. സോ ഈ ഭാഗം നശിക്കുന്നതിന്റെ കാരണം നമ്മളപ്പോ കെമിക്കൽസ് MPTP കുറിച്ച് പറഞ്ഞപ്പോൾ MPTP ലൈക്ക് ടോക്സിൻസ് ഇവിടെ ആക്ട് ചെയ്തിട്ട് ഇവിടെ ഉള്ള ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാം, ആ ഏരിയയിലുള്ള ന്യൂറോൺസ് ഡാമേജ് ഉണ്ടാക്കാം. അത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ആകാം, അല്ലെങ്കിൽ അതിന്റെ മൈറ്റോകോൺട്രിയൽ ഡാമേജ്, മൈറ്റോകോൺട്രിയ ഈസ് ബീൻ ഡാമേജ്. സോ അപ്പോൾ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്. സോ ഇങ്ങനെയാണ് ഇവിടെ നശിക്കുക എന്ന് നമ്മൾ MPTP വെച്ച് കണ്ടെത്തി. ഇപ്പൊ രണ്ടാമതായിട്ട് പറഞ്ഞത് MPTP നമ്മളെപ്പോഴും ശരീരത്തിൽ എത്തുന്നില്ലല്ലോ, അല്ലാതെ ഉണ്ടാവാനുള്ള കാരണം പറഞ്ഞത് ഈ ഡോപ്പമിൻ ഇവിടെ ഉണ്ടാവുന്നത് ഡോപാക് ആയിട്ട് മാറും. ഡോപ്പമിൻ ഡോപാക് ആയിട്ട് മാറുന്നു. സോ ഈ ഡോപാക്, ഈ ഏരിയയിൽ അയൺ കുറച്ച് കൂടുതലുണ്ട് നമുക്കറിയാം, അവിടെ റെഡ് ന്യൂക്ലിയ അങ്ങനെയൊക്കെയുള്ള ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. സോ ഈ ഡോപാക് അത് ഫെൻഡോൺ റിയാക്ഷൻ നമ്മൾ ഓക്സിഡേഷനിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുവഴി ഫ്രീ റാഡിക്കൽസ് ഉണ്ടാവുന്നു. ഫ്രീ റാഡിക്കൽസ് ഫോർമേഷൻ ഉണ്ടായിട്ട് SNPC നശിക്കുന്നു. സോ ഇതാണ് രണ്ട് പ്രൊപ്പോസ്ഡ് മെക്കാനിസം നമ്മൾ പറഞ്ഞു. സോ വൺ ബിക്കോസ് ഓഫ് ദിസ് ഫ്രീ റാഡിക്കൽ ഡാമേജ്, രണ്ടാമത്തെ ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് ഓക്സിഡേറ്റീവ് ആൻഡ് മൈറ്റോകോൺട്രിയൽ ഡാമേജ് മൂലമാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്റ്റഡീസ്. പക്ഷേ നമ്മൾ പാർക്കിൻസൺസ് രോഗികളുടെ ബ്രെയിൻ അനാലിസിസ് നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ ന്യൂറോണുകളിൽ ഒരു പ്രത്യേക സംഭവം, അതിന്റെ പേര് നമുക്കിനി വളരെ ഇമ്പോർട്ടന്റ് ആണ്, ആൽഫാ സൈന്യൂക്ലിൻ എന്ന് പറയുന്ന ഒരു സംഭവം. ആൽഫാ സൈന്യൂക്ലിൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ, ചില മാറ്റങ്ങൾ ബാധിച്ച പ്രോട്ടീൻ, അത് അടിഞ്ഞുകൂടി അത് ന്യൂറോ ഫൈബ്രിൽസ് ആയിട്ട് രൂപപ്പെടുന്നതായിട്ട് നമ്മൾ കണ്ടെത്തി. സോ സാധാരണയുള്ള ആൽഫാ സൈന്യൂക്ലിൻ അല്ല, അതിന് ഘടനാപരമായ ചില തകരാറുകൾ വരുമ്പോഴാണ് അത് ഇങ്ങനെ അടിഞ്ഞുകൂടലിന് നിദാനമാവുന്നത് അല്ലെങ്കിൽ കാരണമാവുന്നത് എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പൊ അതിന് ഘടനാപരമായ പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് മിസ്ഫോൾഡിംഗ് എന്ന് പറയാം. മിസ്ഫോൾഡിംഗ് ഓഫ് ആൽഫാ സൈന്യൂക്ലിൻ അല്ലെങ്കിൽ അബ്നോർമൽ ആൽഫാ സൈന്യൂക്ലിൻ എന്ന് നമുക്ക് പറയാം. സോ അബ്നോർമൽ ആയിട്ടുള്ള ആൽഫാ സൈന്യൂക്ലിൻ ഉണ്ടാകുമ്പോൾ അത് ക്യാൻ ബണ്ടിൽഡ് അപ്പ്, അത് കെട്ടുപോലെ ഇങ്ങനെ വരാം, അല്ലെങ്കിൽ ദിസ് ക്യാൻ ഒലിഗോമറൈസ്, ഇങ്ങനെ കെട്ടുപോലെ ഇഷ്ടംപോലെ ആൽഫാ സൈന്യൂക്ലിൻ ഇങ്ങനെ കെട്ടുകളായിട്ട് അടിഞ്ഞു കൂടുക. സോ ഇങ്ങനെയുള്ള ഈ അബ്നോർമൽ ആൽഫാ സൈന്യൂക്ലിൻ ഡെപ്പോസിഷൻ ഇൻ ന്യൂറോൺസിനെ നമ്മൾ വിളിക്കുക ലെവി ബോഡീസ് എന്നാണ്. ലെവി ബോഡി സിമ്പിൾ ആയിട്ട് നമ്മൾ LBS എന്നാണ് എഴുതുന്നത്. സോ പാർക്കിൻസോണിസത്തിൽ നമ്മളപ്പോ കണ്ടത് പാത്തോജനസിസ് എല്ലാം നമ്മൾ നോക്കിയപ്പോൾ കണ്ടത് ഹെറിഡിറ്ററി ആയാലും അല്ലാത്തതായാലും അബ്നോർമൽ ആയിട്ടുള്ള ആൽഫാ സൈന്യൂക്ലിൻ മൂലമുള്ള ലെവി ബോഡീസ് എന്ന് പറയുന്ന സംഭവം ധാരാളമായി ഈ സ്ഥലങ്ങളിൽ കണ്ടെത്തുന്നുണ്ട്. സോ ഇത് അടിഞ്ഞുകൂടുന്നതിന്റെ പ്രശ്നമാണ് അപ്പോൾ ഈ ഭാഗം നശിക്കാനുള്ള കാരണം എന്നാണ് നമ്മൾ വിലയിരുത്തുന്നത്. സോ അത് ജനിതകപരമായിട്ടുള്ള കാരണങ്ങളായാലും സ്പോറാഡിക്കലായാലും രണ്ടായാലും there is some misfolded alpha synuclein, abnormal alpha synuclein, and this causes bundling of this forming Levy body. പിന്നെ നമുക്ക് alpha synuclein കുറിച്ചിട്ടാണ് പറയാനുള്ളത്. സോ we have to talk about alpha synuclein കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഈ ആൽഫ സിനുക്ലിൻ എന്ന് പറയുന്നത് അൺവാണ്ടഡ് പ്രോട്ടീൻ ആണ്. അൺവാണ്ടഡ് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ ബ്രെയിനിലായാലും എവിടെയായാലും ഇങ്ങനെ ധാരാളം പ്രോട്ടീൻസ് അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രോട്ടീൻ ഉണ്ടാകും, അല്ലെങ്കിൽ ചിലപ്പോൾ വാണ്ടഡ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ടാകാം. കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ അറിയാം. സാധാരണ രീതിയിൽ ഇങ്ങനെ ഒരു
പ്രോട്ടീൻ ശരീരത്തിൽ ഉണ്ടായാൽ അല്ലെങ്കിൽ ഉപയോഗം കഴിഞ്ഞ ഒരു പ്രോട്ടീൻ വെറുതെ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. സോ അത് നീക്കം ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ചില മെക്കാനിസംസ് ഉണ്ട്. അത് നമ്മൾ ഡിസ്ഫങ്ഷണൽ പ്രോട്ടീൻ ക്ലിയറൻസ് മെക്കാനിസംസ് അല്ലെ. ആവശ്യം കഴിഞ്ഞാൽ പ്രോട്ടീൻസിനെ നമുക്ക് ഉപയോഗം കഴിഞ്ഞാൽ അത് വേസ്റ്റിലേക്ക് ഇടണം. ഡിസ്ഫങ്ഷണൽ പ്രോട്ടീൻ ക്ലിയറൻസ് മെക്കാനിസം ഉണ്ട് എന്നുള്ള. സപ്പോസ് ദിസ് ഈസ് ആൽഫ സൈനോക്ലിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഈസ് ആൽഫ സൈനോക്ലിൻ. ഇതിന്റെ ഉപയോഗം കഴിഞ്ഞു അല്ലെങ്കിൽ ഇപ്പൊ ഇത് അൺവാണ്ടഡ് ആണെങ്കിൽ ആദ്യം ചെയ്യുക ഇതിനൊരു ലേബൽ ഒട്ടിക്കുകയാണ്. ഇതുമ്മ വന്നിട്ട് ഒരു ലേബൽ പതിപ്പിക്കും. ഇത് അൺവാണ്ടഡ് ആണ്. ഈ അൺവാണ്ടഡ് ലേബൽ ഒട്ടിക്കുന്നതിന്റെ പ്രോട്ടീനെ നമ്മൾ യുബിക്വിറ്റിൻ എന്നാണ് പറയാ. സോ ദിസ് പ്രോസസ് യുബിക്വിറ്റിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ് നടത്തും. ഒരു പ്രോട്ടീൻ വെറുതെ എടുക്കുകയാണെങ്കിൽ ഒരു ഉപയോഗം ഇല്ലെങ്കിൽ അതിൽ യുബിക്വിറ്റിൻ എന്ന് പറയുന്ന സാധനം വന്ന് ഒട്ടിച്ചേരും. അപ്പോൾ യുബിക്വിറ്റിനേഷൻ ആണ്. അപ്പോൾ ഇനിയിപ്പോ ആർക്ക് കണ്ടാലും സെല്ലിൽ ആര് കണ്ടാലും ഇത് അൺവാണ്ടഡ് ആണെന്നുള്ളതിന് തെളിവായി. ഇനി ഇങ്ങനെ ഒട്ടിച്ചതിന് ശേഷം ഇതിനെ നമുക്ക് അടുത്ത ഇപ്പൊ ഒരു സെല്ലാണെങ്കിൽ ഇത് ന്യൂക്ലിയസ് ആണെങ്കിൽ അവിടെ പ്രോട്ടിയോസോം എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടേക്ക് ഇത് എത്തണം. ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിനെ അരച്ച് കലക്കി നശിപ്പിക്കണം. ഓക്കെ, സെൽസിന്റെ ക്ലിയറിംഗ് മെക്കാനിസംസ് ഓർ ക്ലിയറിംഗ് സിസ്റ്റം ഇത് ഏറ്റെടുക്കും. ഇങ്ങനെ ഒട്ടിച്ച് കഴിയുമ്പോൾ ഇതിനെ ഏറ്റെടുക്കും. അതിനാണ് നമ്മൾ യുബിക്വിറ്റിൻ പ്രോട്ടിയോസോം സിസ്റ്റം. സോ ഇത് ഇവിടെ കിടക്കുകയാണെങ്കിൽ അതിനെ യുബിക്വിറ്റിൻ പ്രോട്ടിയോസോം സിസ്റ്റം UPS എന്ന് നമുക്ക് എഴുതാം. അത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഇത് എന്ത് ചെയ്യണം? ഇതിനെ നശിപ്പിക്കണം. നശിപ്പിക്കുന്നതിനെ നമ്മൾ വിളിക്കുക ഓട്ടോഫാഗി. ഓട്ടോഫാഗി എന്നാണ്, സ്വയം തിന്നുക. ഓട്ടോഫാഗി ലൈസോസോമൽ പാത്വേയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ നശിപ്പിക്കും. ഇതാണ് സാധാരണ നടക്കുന്ന സിസ്റ്റം. ഏത് പ്രോട്ടീൻ, അൺവാണ്ടഡ് പ്രോട്ടീൻ ഓർ ഉപയോഗം കഴിഞ്ഞ പ്രോട്ടീൻ എല്ലാം ഇങ്ങനെയാണ് നമ്മൾ കളയാം. സോ ഇവിടുത്തെ അൺവാണ്ടഡ് പ്രോട്ടീൻ നമുക്കറിയാം ആൽഫ സൈനോക്ലിൻ ആണ്. ഈ യുബിക്വിറ്റിൻ എന്ന് പറയുന്ന ടാഗ് ചെയ്യുന്ന യുബിക്വിറ്റിന്റെ പേര്, അതിന്റെ പേരാണ് പാർക്കിൻ പ്രോട്ടീൻ. പ്രോട്ടീൻ ഈസ് കോൾഡ് ആസ് പാർക്കിൻ പ്രോട്ടീൻ. സോ ഇവിടെ നമുക്കൊന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ജനിതക തകരാറുകൾ ഈ സിസ്റ്റത്തെ തടസ്സപ്പെടുത്താം അല്ലെ. ഒന്ന് ഈ ആൽഫ സിനോക്ലിൻ പ്രോട്ടീൻ തന്നെ, ഇത് പ്രോട്ടീൻ ഉണ്ടാവുന്നു, ദർ ഹാവ് സം ജീൻ അല്ലെ, അതിന് വേണ്ട ഒരു ജീൻ വേണം. അപ്പൊ അതിന്റെ ജീനിൽ എവിടെയെങ്കിലും ഒരു തകരാറുണ്ടെങ്കിൽ ഇത് ഉണ്ടാവുന്നത് കൃത്യമായിട്ടായിരിക്കണം എന്നില്ല. ആൽഫ സൈനോക്ലിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടാകാം, മിസ്ഫോൾഡിങ് അഗ്രിഗേഷൻ ഒക്കെ ഉണ്ടാകാം. ഓക്കെ, അതാണ് ഒരു സിസ്റ്റം. രണ്ടാമത്തേത് ഇതിനെ ടാഗ് ചെയ്യുന്നത് പാർക്കിൻ അല്ലെങ്കിൽ യുബിക്വിറ്റിൻ ആണ് നമ്മൾ പറഞ്ഞു. ഇതുണ്ടാവുന്നതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിലോ ഇതിന് കൃത്യമായിട്ട് ശരിക്കും ടാഗ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള തകരാറുണ്ടാകാം. ഇനി ഈ സിസ്റ്റം ചെയ്യുന്ന മറ്റ് പ്രോട്ടീനുകൾ, ഈ സിസ്റ്റം നടക്കാനായിട്ട് ഇത്രയും ആൾക്കാർ മാത്രം പോരല്ലോ, മറ്റ് പല പ്രോട്ടീനുകളുടെ സഹായം വേണം. ആ സഹായിക്കുന്ന പ്രോട്ടീനുകൾ എവിടെയെങ്കിലും തകരാറുണ്ടായാലും ഈ പ്രശ്നം, ഈ സംഭവം നശിപ്പിച്ച് ഇങ്ങോട്ടേക്കാണ് ഇത് സ്ഥിരം നടക്കുന്ന കാര്യം, ഇത് നടക്കാതെയാകും. സോ നമ്മൾ ആദ്യം കണ്ടെത്തിയത് ഈ ആൽഫ സൈനോക്ലിന്റെ, ഈ ആൽഫ സൈനോക്ലിൻ ഒരു പ്രോട്ടീൻ ആണെന്ന് പറഞ്ഞു. ഈ പ്രോട്ടീൻ അമിനോ ആസിഡ് ഇങ്ങനെ വെച്ചിട്ടാണല്ലോ ഈ പ്രോട്ടീൻ ഉണ്ടാക്കുക. ഇതിന്റെ ചില അമിനോ ആസിഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയതായിട്ട് കണ്ടെത്തി. ഇപ്പൊ A53T എന്ന് വെച്ചാൽ A for അലാനിൻ ആണ്. അലാനിൻ 53ാമത്തെ പൊസിഷനിൽ അലാനിൻ ഇരിക്കേണ്ടടുത്ത് പകരം ത്രിയോണിൻ വന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി. അപ്പൊ എന്ത് പറ്റും? ഇത് മിസ്ഫോൾഡ് ചെയ്യാം. ഓക്കെ, ഇത് കട്ട പിടിക്കാം. വേറെണ്ണം A30P ആണ് മറ്റൊരെണ്ണം. സോ ഇങ്ങനെയൊക്കെയുള്ള തകരാറുകൾ, സോ ജനിതകമായ തകരാറുകൾ ഉണ്ടായിട്ടുണ്ടാകാം. 1, 2 മറ്റ് ജീനുകൾ ഞാൻ പറഞ്ഞു. ആ ജീനുകളുടെ ഒരാളുടെ പേര് LRRK2 എന്നാണ്, അല്ലെങ്കിൽ SNCA ജീൻ എന്നും പറയാം. സോ ഇതിന് LRRK എന്ന് വെച്ചാൽ ലൂസിൻ റിച്ച് റിപ്പീറ്റ് കൈനേസ് 2 എന്നൊക്കെയാണ്. നമുക്ക് ഇത്ര മതി LRRK ജീൻ. ആൻഡ് ഈ ജീൻ എന്ന് പറയുന്നത് ഒരു ഓട്ടോസോമൽ ഡോമിനന്റ് ആണ്. ഓട്ടോസോമൽ ഡോമിനന്റ് ജീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരൻസിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഈ LRRK ജീനകത്ത് ഒരു വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പിടിക്കും. അതാണ്, ഒരാൾക്ക് വന്നാൽ മതി. ഇനി മറ്റു ജീനുകളിൽ ഉണ്ടാകാവുന്ന തകരാറുകൾ, സോ ഇതെല്ലാം പാർക്കിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ജീനുകളാണ്. പാർക്ക് 17, PARK7 ആണ്. ദെൻ പിങ്ക് 1 എന്ന് പറയുന്നത്, ദെൻ DJ1. ഇതെല്ലാം ഓട്ടോസോമൽ റെസസീവ് ആണ്. റെസസീവിന്റെ എന്ന് വെച്ചാൽ രണ്ട് പേരൻസിനും ഇതുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പിടിക്കുള്ളൂ. ഒരാൾക്ക് ഉണ്ട് എന്ന് കരുതി നമുക്ക് പിടിക്കണമെന്നില്ല. സോ ഇങ്ങനെ വരുന്ന മ്യൂട്ടേഷൻസ്. സോ ഇങ്ങനെ ഇനി നമ്മൾ പറഞ്ഞു പ്രീഡിസ്പോസിംഗ്, ഇതിനെ സഹായിക്കുന്ന മറ്റു ചില പ്രോട്ടീനുകളിലെ പ്രശ്നങ്ങൾ ഉണ്ടാകാം എന്ന് പറഞ്ഞു. അതിന്റെ പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് GBA എന്ന് പറയുന്ന ജീൻ. GBA എന്ന് പറഞ്ഞാൽ ബീറ്റ ഗ്ലൂക്കോസ് എറിബ്രോസിഡേസ്, ഗൗച്ചേഴ്സ് രോഗമൊക്കെ ഉണ്ടാക്കുന്ന ഒരു ജീനാണല്ലോ. സോ ഇതിലുണ്ടാകുന്ന ജനിതക തകരാറുകൾ, ദെൻ UCHL1 ജീൻ ഉണ്ട്, ദെൻ VPS35 ജീൻ. സോ ഇങ്ങനെയൊക്കെയുള്ള ജീനിലും വ്യതിയാനം ഉണ്ടായി കഴിഞ്ഞാൽ ദിസ് ക്യാൻ പ്രീഡിസ്പോസ്, ഈ പ്രശ്നങ്ങൾ ശരിയായി നടക്കാനുള്ള ചാൻസ് കുറയ്ക്കുന്ന കാര്യങ്ങളാണ് ഈ ജീനിലൊക്കെ വ്യത്യാസം വന്നു കഴിഞ്ഞു. സോ എപ്പോഴും ഒരു എൻവയോൺമെന്റൽ കണ്ടീഷൻസ് കറക്റ്റ് ആണല്ലോ. സോ ഈ ജീനുകളൊക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇന്നുണ്ട്. ഇന്ന് നമുക്കിത് പോയി ആശുപത്രിയിൽ പോലെ ഈ ജീനിൽ എന്തെങ്കിലും ഓൾട്ടറേഷൻ നമുക്കുണ്ടോ, ആൽഫ സൈനോക്ലിൻ അതുകൊണ്ട് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ടോ, ലെവി ബോഡീസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് നമുക്കറിയാം. സോ നമ്മൾ പറഞ്ഞു വന്നത് ഇങ്ങനെയൊക്കെയുള്ള ജനിതകപരമായ തകരാറുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ്, പാർക്കിൻ പോയി ഇവിടെ വന്ന് പിടിക്കില്ല. അപ്പോൾ ആൽഫ സൈനോക്ലിൻ ഉണ്ടാവുന്നത് കൃത്യമായിട്ട് ഈ കട്ട പിടിക്കാനും അത് ലെവി ബോഡി ആയിട്ട് മാറാനുള്ള ചാൻസുകൾ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. സോ ജനിതക തകരാറുള്ളവർ നമുക്കപ്പോൾ ഉത്തരവായി. പക്ഷെ അല്ലാത്തവരിൽ സ്പൊറാഡിക് എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ഉത്തരമില്ല. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ പല എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ചില ബാക്ടീരിയൽ ഓർ
വൈറൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്, ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ മൂലം ഈ ആൽഫ സൈനൂക്ലിൻ വെറുതെ പോയി മിസ്ഫോൾഡ് ചെയ്യുകയും കട്ട പിടിക്കുകയും ചെയ്യും. സോ ഈ ഭാഗം നമുക്ക് അത്ര അറിയില്ലാത്തതുകൊണ്ട് ഗ്രേ ഏരിയയാണ്. എനിവേ ഇത്ര ബാക്കി നമുക്കറിയാം. ഇത് ആൽഫ സൈനൂക്ലിൻ എന്ന് പറയുന്നത് കട്ട പിടിക്കുന്നുണ്ട് എന്ന് നമുക്ക് ഇപ്പൊ ലെവി ബോഡീസ് ആവും. അപ്പൊ ഇനി നമുക്ക് ഈ ഇങ്ങനെ കട്ട പിടിച്ചാൽ എന്ത് സംഭവിക്കുമെന്നോ. സോ ഈ ഭാഗത്ത് ഇനി കട്ട പിടിച്ചാൽ എന്ത് സംഭവിക്കുന്നു, ഇവിടെ ഒരുപാട് പുതിയ ഗവേഷണങ്ങൾ കണ്ടെത്തലുകൾ നമുക്ക് ധാരാളമായിട്ടുണ്ട്. അപ്പൊ ആൽഫ സൈനൂക്ലിൻ ഉണ്ടായി അത് ലെവി ബോഡീസ് ആകുന്നുണ്ട്. സോ അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ അസുഖത്തിന്റെ പ്രോഗ്രഷനെ പറ്റി ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് വിശദീകരിച്ച സയന്റിസ്റ്റിന്റെ പേര് ബ്രാഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്. ബ്രാഗ് ഹൈപ്പോത്തിസിസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. സോ ഹൈപ്പോത്തിസിസ് അനുസരിച്ച് ബ്രാഗ് സ്റ്റേജിങ് കൂടി പറയുന്നുണ്ട്. ബ്രാഗ് സ്റ്റേജിങ് 1, 2, 3, 4, 5, 6 അങ്ങനെയൊക്കെ സ്റ്റേജുകൾ പറയുന്നുണ്ട്. സോ ഇത് പൂർണ്ണമായിട്ടും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമൊന്നുമല്ല. ധാരാളം തെളിവുകൾ ഇതിന് അനുകൂലമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെതിരായിട്ട് ധാരാളം വാദഗതികളുണ്ട്. അതിന് കൂട്ടിച്ചേർക്കലുകളും ഉണ്ട്. സോ അപ്പൊ ബ്രാഗ് പറഞ്ഞെന്താ? ബ്രാഗ് പറഞ്ഞത് ഈ ആൽഫ സൈനൂക്ലിൻ എന്ന് പറയുന്ന സംഭവം അതിലുണ്ടാകുന്ന മോഡിഫിക്കേഷൻ ഉണ്ടാകുന്നത് ബ്രെയിനിൽ തന്നെ ആവണം എന്നില്ല എന്നുള്ളതാണ് ഈ ബ്രാഗ് പറഞ്ഞത്. മീൻസ് ദിസ് ക്യാൻ ഹാപ്പൻ എക്സ്ട്രാ സെർബ്രലി, ബ്രെയിനകത്തല്ലാതെ മറ്റു ഭാഗങ്ങളിൽ CNS-ലല്ലാതെ നടന്നിട്ട് ബ്രെയിനിലേക്ക് അത് വ്യാപിക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. സോ ബ്രാഗ് സ്റ്റേജിങ്ങിൽ ഇപ്പൊ മാറ്റം കൊണ്ടുവന്നു. ആ ഒരു ഹൈപ്പോത്തിസിനെ നമ്മൾ ഡുവൽ ഹിറ്റ് ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. ഡുവൽ ഹിറ്റ് ഹൈപ്പോത്തിസിസ് പ്രകാരം ആദ്യമായിട്ട് ഈ ആൽഫ സൈനൂക്ലിൻ കട്ടകൾ ഉണ്ടാകുന്നത് 1 ഇൻ ദ GIT ദഹനേന്ദ്രിയത്തിലാണ്. ഇൻ ദ ഇന്റെസ്റ്റൈനൽ മ്യൂക്കോസൽ സെൽസ് 2 അവിടെ ഉണ്ടായിട്ട് എന്ററിക് നെർവ് പ്ലക്സസിനകത്തേക്ക്, GI പ്ലക്സസിനകത്തേക്ക്, GIയിലുള്ള ന്യൂറോണിനകത്ത്, അല്ലെങ്കിൽ രണ്ടാമത് ഉണ്ടാകാൻ, അല്ലെങ്കിൽ ഒരുമിച്ച് ഇവിടെ ചിലപ്പോൾ ആദ്യം ഉണ്ടാകാം ഇൻ ദ ഓൾഫാക്ടറി ബൾബ്. ഓൾഫാക്ടറി ബൾബ് എന്ന് വെച്ചാൽ മൂക്കിനകത്ത് അല്ലെ, മണം സ്മെല്ല് അറിയുന്ന ഭാഗം അവിടെയും. സോ ഇവിടെയാണ് ഈ രോഗം അല്ലെങ്കിൽ ആൽഫ സൈനൂക്ലിൻ ആദ്യം ഉണ്ടാകുന്നത് എന്നാണ് പുള്ളി പറഞ്ഞത്. സോ രോഗിക്ക് അപ്പൊ മോട്ടോർ പ്രശ്നം ഉണ്ടാവണമെങ്കിൽ SNPC നശിക്കണം. SNPC ഒക്കെ നശിക്കുന്നതിനും വളരെ കാൾ മുമ്പ് തന്നെ മറ്റു പല പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ദഹനേന്ദ്രിയ പ്രശ്നങ്ങളായിട്ടുള്ള കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്ന പ്രശ്നങ്ങൾ, ഓട്ടോണമിക് പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായിട്ടുള്ള ബീറ്റ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, മൂക്കാകുമ്പോൾ അനോസ്മിയ പോലെയുള്ള പ്രശ്നങ്ങൾ, സ്ലീപ്പ് ഡിസ്റ്റർബൻസസ് പോലെയുള്ള പ്രശ്നങ്ങൾ. ഓക്കെ, സോ അത് റെറ്റിക്കുലാർ, ഇവിടെ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ റെറ്റിക്കുലാർ ഫോർമേഷൻ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. സോ പല ക്രേനിയൽ നെർവ് നമ്പർ 9 ആൻഡ് ക്രേനിയൽ നെർവ് നമ്പർ 10 ഇതൊക്കെ ഇൻവോൾവ് ആണ്. ഇതിലൂടെയാണ് ഈ സംഭവങ്ങൾ മുകളിലേക്ക് പോകുന്നത്. അതായത് ബ്രെയിനിൽ SNPCയിലെ നെർവ് ഡാമേജ് ഉണ്ടാകുന്നതിന് മുമ്പ് മറ്റു പല ഭാഗങ്ങളിൽ ഇത് ആരംഭിക്കുന്നു എന്നതാണ് ബ്രാഗ് സ്റ്റേജിങ്ങിലെ സ്റ്റേജ് 1 and 2. സ്റ്റേജ് 1 and 2 പറയാം. സോ സ്റ്റേജ് 3ലാണ്, സ്റ്റേജ് 3ലാണ് ഇതിപ്പോ എവിടെ എത്തുക? നമ്മൾ നേരത്തെ വരച്ച മിഡ് ബ്രെയിനിലുള്ള SNPCയിലേക്ക് ഇവിടേക്ക് എത്തുക സ്റ്റേജ് 3ലാണ്. സ്റ്റേജ് 3ലേക്ക് എത്തുന്നതിന് മുമ്പ് അപ്പോൾ മെഡുല കടക്കണം, മെഡുലയിൽ നിന്ന് പോൺസ് കടക്കണം, പോൺസിൽ നിന്ന് മിഡ് ബ്രെയിനിലേക്ക് എത്തണം, അല്ലെങ്കിൽ റെറ്റിക്കുലാർ ഫോർമേഷൻ വഴിയൊക്കെ കടക്കണം. സോ ഇത് ഇങ്ങോട്ട് നീങ്ങി. അപ്പോ ഈ ആൽഫ സൈനൂക്ലിന്, മിസ്ഫോൾഡഡ് ആൽഫ സൈനൂക്ലിന് മറ്റ് സെല്ലുകളിലേക്ക് വ്യാപിക്കാനുള്ള കഴിവുണ്ട്, പടരാനുള്ള കഴിവുണ്ട് എന്നാണ് പറഞ്ഞത്. സോ പടരാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിയുമ്പോൾ അങ്ങനെയുള്ള കഴിവിന് തെളിവുകൾ വേണം. സോ ഇങ്ങനെ ഡീഫോംഡ് ആയിട്ടുള്ള ആൽഫ സൈനൂക്ലിൻ ഒരു സെല്ലിൽ നിന്ന്, ഇപ്പൊ ഇതൊരു സെല്ലാണെങ്കിൽ, ഒരു ന്യൂറോൺ ആണ്, ഇതൊരു മറ്റൊരു ന്യൂറോൺ ആണെങ്കിൽ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാനുള്ള കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തിയത് ഇവിടെയുള്ള റിസപ്റ്റർ മീഡിയേറ്റഡ് ഇന്റർണലൈസേഷൻ. ഇവിടെ നിന്ന് ഒരു ആൽഫ സൈനൂക്ലിൻ മിസ്ഫോൾഡ് ആയിട്ടുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ഇങ്ങോട്ടേക്ക് എടുക്കുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. ആ റിസപ്റ്ററിന്റെ പേര് LAG LAG3 എന്ന് പറയുന്ന ഒരു റിസപ്റ്റർ ആണ് എന്ന് നമ്മൾ ചെയ്തത് എന്താ? LAG3 എതിരായിട്ട് ഒരു ആന്റിബോഡി നമ്മൾ ഉണ്ടാക്കി. ഈ ആന്റിബോഡി കൊടുത്തിട്ട് LAG3യെ തടഞ്ഞപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് എന്ത് പറ്റി? ഈ പടരുന്നില്ല ഇങ്ങോട്ടേക്ക്, അവർക്ക് രോഗം വരുന്നില്ല എന്നും കൂടി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ LAG3 എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അന്റഗോണിസ്റ്റ് മരുന്നുകൾ, ആന്റിബോഡീസ് അന്റഗോണിസ്റ്റ് ആയിട്ടുള്ള മരുന്നുകൾ നമ്മൾ പഠനത്തിലുണ്ട്. ദാറ്റ് മീൻസ് ഞാൻ പറഞ്ഞു വന്നത് ഈ ആൽഫ സൈനൂക്ലിൻ മിസ്ഫോൾഡഡ് ആയിട്ടുള്ള ആൽഫ സൈനൂക്ലിന് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു ന്യൂറോണിലേക്കോ മറ്റൊരു സെല്ലിലേക്കോ പടരാം എന്നതാണ് നമ്മൾ കണ്ടെത്തിയത്. നമ്മൾ മരുന്നുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ ആൽഫ സൈനൂക്ലിൻ നശിപ്പിക്കാൻ പറ്റുള്ള ചില മരുന്നുകൾ നമ്മൾ പറഞ്ഞിരുന്നു. ഉദാഹരണം ബുൻറ്റ, നിറ്റാപ്പ് എന്ന് പറയുന്ന ഒരു മരുന്ന് നമ്മൾ പറഞ്ഞു. ദെൻ ഒരു മോണോക്ലോണൽ ആന്റിബോഡിയാണ് പ്രാസി നെസുമാബ് എന്ന് പറയുന്ന മരുന്നുകളെല്ലാം ഈ ആൽഫ സൈനൂക്ലിനെ നശിപ്പിക്കുന്ന മരുന്നുകളായിരുന്നു. സോ മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ SNPCയിൽ ഈ ആൽഫ സൈനൂക്ലിൻ ഇവിടെ അഗ്രിഗേഷൻ ഉണ്ടാകുന്നതും ഡോപ്പമിനർജിക് ന്യൂറോൺസ് തകരാറിലാകുന്നതുമാണ് ഇതിന്റെ രോഗത്തിന്റെ കാരണം എന്നാണ് നമ്മൾ പറഞ്ഞത്. കെമിക്കൽസ് നമ്മൾ കണ്ടെത്തി. സോ അടുത്ത ഘട്ടം പറയുന്നതിന് മുമ്പ് ഇവിടെ എന്ത് സംഭവിക്കുക? ആൽഫ സൈനൂക്ലിൻ ന്യൂറോഫിബ്രിൽസ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് നമുക്ക് പറയാം.
ഒന്ന് ഈ ആൽഫ സൈനോക്ലിൻ ബ്രെയിനിലെ ന്യൂറോൺസ് അല്ലാതെ ബ്രെയിനിലുള്ള മറ്റ് സെല്ലുകൾ ന്യൂറോഗ്ലിയൽ സെൽസ് ആണ് അല്ലെ. ന്യൂറോഗ്ലിയൽ സെൽസ് ഒരു പ്രധാനപ്പെട്ടത് ആസ്ട്രോസൈറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ ആസ്ട്രോസൈറ്റ്സിലേക്ക് കടക്കാം. സോ ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് ആസ്ട്രോസൈറ്റ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ മൈക്രോഗ്ലിയൽ സെൽസിനെ ആക്ടിവേറ്റ് ചെയ്യാം. ഇതിനെ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരുപാട് സംഭവങ്ങൾ സൈറ്റോകൈൻസ് ലൈക്ക് TNF ആൽഫ അല്ലെങ്കിൽ ഇന്റർലൂക്കിൻസ് എഫ് ആൽഫ ഉണ്ടാക്കാം, CIQ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാം. സോ ഇതെല്ലാം ഇൻഫ്ലമേറ്ററി മീഡിയേറ്റേഴ്സ് ആണ്. സോ ദിസ് ക്യാൻ കോസ് വാട്ട് ന്യൂറോ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം. സോ ന്യൂറോ ഇൻഫ്ലമേഷൻ. സോ ഈ സംഭവങ്ങൾ നമ്മുടെ ആൽഫ സൈനോക്ലിൻ അഗ്രിഗേറ്റ്സ് മറ്റ് സെല്ലുകളെ ഉദാഹരണം ആസ്ട്രോസൈറ്റ്സിനെയൊക്കെ ആക്രമിക്കുമ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യും, അത് ന്യൂറോ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യും. സോ ദർ ആർ സം certain drugs are being studied here. ന്യൂറോ ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ആക്ടിവേഷൻ ഓഫ് ദിസ് ന്യൂറോഗ്ലിയൽ സെൽസ്, ആസ്ട്രോസൈറ്റ്സ് തടയുന്ന മരുന്നുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ആസ്ട്രോസൈറ്റ്സിന്റെ ഒരു ഫംഗ്ഷൻ ബ്ലഡ് ബ്രെയിൻ ബാരിയർ കൂടിയാണ്. സോ ബ്ലഡ് ബ്രെയിൻ ബാരിയറിനും തകരാറുകൾ ഉണ്ടാക്കാം. ഇങ്ങനെ അടിഞ്ഞുകൂടുന്ന ആൽഫ സൈനോക്ലിൻ ന്യൂറോഫൈബ്രിൽസ്, ഇപ്പൊ ഇതൊരു ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ന്യൂറോൺ ഇത് അതിന്റെ ആക്സോൺ ആണ്, ഇത് സെൽ ബോഡി ആണെന്ന് വിചാരിക്കുക. സോ ദിസ് ഇസ് സെൽ ബോഡി. ഇവിടെ അടിഞ്ഞുകൂടാം, ഇവിടെ ധാരാളമായിട്ടുള്ള മൈറ്റോകോൺട്രിയ ഉണ്ട്. ഇവിടെ ആക്സോണിൽ വന്ന് അടിഞ്ഞുകൂടാം അല്ലെ, ന്യൂറൈറ്റ്സ്. സോ മൊത്തത്തിൽ നെർവ്സിലും അടിഞ്ഞുകൂടാം. സോ ഇപ്പോ ഇവിടെ അടിഞ്ഞുകൂടുമ്പോൾ മൈറ്റോകോൺട്രിയയിലൊക്കെ പ്രശ്നങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കാം? മൈറ്റോകോൺട്രിയയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉണ്ടാക്കാം, ഫ്രീ റാഡിക്കൽ ഡാമേജ് ഉണ്ടാക്കാം. സോ നമ്മൾ MPTP-യിലൊക്കെ പറഞ്ഞതുപോലെയുള്ള പ്രശ്നങ്ങൾ. സോ സെയിം പ്രശ്നം ആൽഫ സൈനോക്ലിനും ഉണ്ടാക്കാം. സോ ദിസ് ക്യാൻ പ്രൊഡ്യൂസ് മൈറ്റോകോൺട്രിയൽ ഫംഗ്ഷൻ തടയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ മൈറ്റോകോൺട്രിയൽ ഡാമേജ് ഉണ്ടാക്കാം. സോ മൈറ്റോകോൺട്രിയ ഒരു സെല്ലിന്റെ നശിച്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അടുത്ത മെസ്സേജ് പോകുന്നത് സെല്ലിനി അങ്ങനെ നശിച്ചോട്ടെ എന്നുള്ളതാണ്. അപ്പോപ്റ്റോസിസ് മെസ്സേജ് ആണ് ഇനി അങ്ങ് പോവുക അല്ലെ. സെല്ലിനി നശിച്ചോട്ടെ, ഇനി മരണമാണ്. സോ സ്വയം നശിക്കുന്ന പാത്വേ, ആക്ടിവേഷൻ ഓഫ് അപ്പോപ്റ്റോട്ടിക് പാത്വേ ഉണ്ടാക്കാം. മാത്രമല്ല DNA, ഈ ന്യൂറോണിന്റെ DNA നശിക്കാം. DNA അതിന്റെ എന്താ പറയാ റിപ്പയർ മെക്കാനിസംസ് എല്ലാം ആക്റ്റീവ് ആകുന്നത് തടയാം. സോ റിപ്പയർ ആക്റ്റീവ് മെക്കാനിസം നടക്കുമ്പോൾ വീണ്ടും അത് അപ്പോപ്റ്റോട്ടിക് മെക്കാനിസംസ് ഇൻഡ്യൂസ് ചെയ്യാം. സോ നമ്മൾ അപ്പോപ്റ്റോട്ടിക് മെക്കാനിസത്തിൽ പല ആന്റി ക്യാൻസർ ഡ്രഗുകൾ പഠിക്കുന്നുണ്ട്. ഉദാഹരണം PRP ആന്റഗോണിസ്റ്റ് എന്ന് പറയുന്ന മരുന്നുകൾ, MIF ഇൻഹിബിറ്റേഴ്സ് പഠിക്കുന്നുണ്ട്, പാരീസ് ഇൻഹിബിറ്റേഴ്സ് പഠിക്കുന്നുണ്ട്, ദെൻ CA1 ഇൻഹിബിറ്റേഴ്സ്. സോ ഇങ്ങനെയൊക്കെയുള്ള പല മരുന്നുകളും ആന്റി ക്യാൻസർ മരുന്നുകളായിട്ട് ഉപയോഗിക്കുന്നതാണ്. സോ ദീസ് ഓൾ ആർ ആക്ടിംഗ് ഇൻ ദ അപ്പോപ്റ്റോട്ടിക് ആൻഡ് DNA റിപ്പയർ മെക്കാനിസം, മൈറ്റോകോൺട്രിയൽ പാത്വേ, അവിടെ നിന്നൊക്കെ വരുന്ന പാത്വേ ഇൻഹിബിറ്റ്. സോ ദീസ് ഓൾ ആർ ബീൻ ട്രൈഡ് ഓർ സ്റ്റഡിയിങ് ഇൻ ദിസ് പാത്ത്. സോ ഇതിപ്പോ നമ്മൾ പഠിക്കുന്നത് ആൽഫ സൈനോക്ലിൻ ആ സെല്ലുകളെ നശിപ്പിക്കുന്നത് തടയുക എന്ന ലക്ഷ്യം വെച്ചിട്ട് ആന്റി ക്യാൻസർ മരുന്നുകളും മറ്റു പല മരുന്നുകളും ഈ റൂട്ടിൽ വരുന്ന എല്ലാ മരുന്നുകളും ആന്റി പാർക്കിൻസൺസ് ഡ്രഗ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. ഇനി സ്റ്റേജ് 3ലാണ് എവിടെ ബാധിച്ചത്? 3 നമ്മൾ SNPCയിൽ ബാധിച്ചു എന്ന് വരുന്നു. ഇനി 4ലേക്ക് ടെമ്പറൽ ലിംബിക് കോർട്ടക്സ്. സോ സ്റ്റേജ് 4ൽ പറയുന്നത് ടെമ്പറൽ ലിംബിക് കോർട്ടക്സ്, ഇമോഷൻ സെന്റർ ആണ് ലിംബിക് കോർട്ടക്സ്. അത് അവിടെ ബാധിക്കാം. 5 and 6 ആകുമ്പോഴത്തേക്കും ഇത് ബാധിക്കുന്നത് എന്റയർ നിയോ കോർട്ടക്സ് അല്ലെങ്കിൽ സെറിബ്രൽ കോർട്ടക്സിനെ ബാധിക്കാം. പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ്, പ്രൈമറി സെൻസറി ഏരിയ, പ്രൈമറി മോട്ടോർ ഏരിയ, അങ്ങനെയൊക്കെയുള്ള എല്ലാ ഭാഗങ്ങളെയും ബാധിക്കാം. സോ ബ്രെയിനിനെ മൊത്തം ബാധിക്കും. ഇത് ബ്രെയിനെ മാത്രമാണോ ബാധിക്കുന്നത് വെച്ചാൽ അങ്ങനെ അല്ല ഇപ്പൊ പറയുന്നത്. ഇത് പെരിഫറൽ ഓർഗൻസിനെയും ബാധിക്കാം. തുടങ്ങുന്നത് പെരിഫറൽ ഓർഗൻസിലായിരുന്നു, ബ്രെയിനിലേക്ക് കയറിപ്പോയി. അല്ലാതെ പെരിഫറൽ ഓർഗൻസ് ഇപ്പൊ സ്പൈനൽ കോഡിനെ ബാധിക്കാം, സിമ്പത്തറ്റിക് ഗാംഗ്ലിയോൺസിനെ ബാധിക്കാം, കണ്ണിലെ റെറ്റിനയെ ബാധിക്കാം, ദെൻ യൂട്ടറസിൽ ബാധിക്കാം, ബ്ലാഡറിനെ ബാധിക്കാം, അയോട്ടയിൽ ബാധിക്കാം, ഹൃദയം. സോ മൾട്ടിപ്പിൾ പെരിഫറൽ ടിഷ്യൂസിലും ഈ ആൽഫ സൈനോക്ലിനും അഗ്രിഗേറ്റ് ആയിട്ട് പോകാനായിട്ട് പിന്നീടുള്ള സ്റ്റേജുകളിൽ പറ്റും. സോ പല ഭാഗങ്ങളിലും ഈ ആൽഫ സൈനോക്ലിൻ പടർന്ന് എത്തുന്നതായിട്ട് നമുക്ക് ഇപ്പോ അറിയാം. സോ പാർക്കിൻസൺസ് ഡിസീസ് എന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സബ്സ്റ്റാൻഷ്യ നൈഗ്ര പാസ് കോമ്പാക്റ്റയിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം മാത്രമല്ല, ഇതാണ് നമ്മൾ മോട്ടോർ സിംറ്റംസ് ആയിട്ട് കാണുന്നത്. പക്ഷേ ഇതിനു മുമ്പ് പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട്, ഇതിനുശേഷം തുടർന്നും പല ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. സോ അതിന്റെ ഒറിജിൻ അപ്പൊ മൂക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ദഹനേന്ദ്രിയത്തിലോ മറ്റോ ആയിരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാട്. സോ ഇത് ഒരു സെല്ലിൽ നിന്ന് മറ്റൊരു സെല്ലിലേക്ക് പടരുന്നതായിട്ടും പടരുന്നതിനുള്ള കപ്പാസിറ്റിയും ഉണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മറ്റൊരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ രോഗത്തെ കുറിച്ചിട്ടുള്ള വിലയിരുത്തലുകൾ. സോ പത്തോഫിസിയോളജി ഈസ് അറൌണ്ട് ആൽഫ സൈനോക്ലിൻ. എല്ലാ പത്തോഫിസിയോളജിയും ആൽഫ സൈനോക്ലിന് ചുറ്റിപ്പറ്റിയാണുള്ള കാര്യങ്ങളാണ്. എന്തുകൊണ്ട് ആൽഫ സൈനോക്ലിൻ മിസ്ഫോൾഡ് ചെയ്യുന്നു, എന്തുകൊണ്ട് ഇത് അഗ്രിഗേറ്റ് ഫോം ചെയ്യുന്നു, അഗ്രിഗേറ്റ് ഫോം ചെയ്തതിനാൽ സ്പ്രെഡ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇപ്പോൾ നടക്കുന്ന കാര്യം. So this is all about pathophysiology of Parkinson's disease. So thank you for watching.